ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നാം +1 ഓൺലൈൻ ക്ലാസ്സിന് ആരംഭം കുറിക്കുന്നു. പഠനത്തിൻ്റെ പുതിയൊരു മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് അലേർട്ട് അക്കാദമി ഫോർ ഈച്ച് ഓഫ് യു. As commerce students, our subject is business studies. I can say confidently, you are very fortunate to have had the opportunity to learn business. നിങ്ങൾ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ബിസിനസ് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഇത് ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ടുഡേ we have to discuss about 3 questions. First one, why we study business? Second question, how business evolves? Third one, what about the concept of business? ഇന്ന് നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 3 ചോദ്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, എന്തിനാണ് ബിസിനസ് പഠിക്കുന്നത്? 2, ബിസിനസിൻ്റെ പരിണാമം എങ്ങനെയാണ്? 3, ബിസിനസ് എന്ന ആശയം, അതിനെക്കുറിച്ച് എന്തായിരിക്കും നമുക്ക് പൊതുവെ പറയാനുണ്ടായിരിക്കുക, ജനറലായിട്ട്. സോ ലെറ്റ് us start our first chapter, business, trade, commerce, the nature and purpose of business. വ്യാപാരം, കച്ചവടം, വാണിജ്യം, കൂടാതെ ബിസിനസ്സിൻ്റെ സ്വഭാവവും ലക്ഷ്യവും. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഉയർത്തിയ ഒരു ചോദ്യം എന്താ? അത് എന്തിനാണ് ബിസിനസ് പഠിക്കുന്നത് അല്ലേ? നമ്മൾ കൊമേഴ്സൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ബിസിനസ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നു. എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ജോബാണ്, ഒരു വർക്കാണ്. അത് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം. ഒരു വർക്കാണ് അത് ബിസിനസ്. Work is an essential part of our life, and it is directed towards satisfying specific needs or particular needs. In order to satisfy needs, we have to do work. എന്താ പറയണേ? ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു ഘടകമാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രത്യേകമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ
വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഏതെല്ലാം തരത്തിലുള്ള വർക്ക് നമുക്ക് ചെയ്യാം, ജോലി നമുക്ക് ചെയ്യാം. സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഉപജീവന മാർഗത്തിന് വേണ്ടിയോ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയോ നാം ചെയ്യുന്ന ജോലികൾക്ക് ഒരു പേര് പറയും: സാമ്പത്തിക പ്രവർത്തനങ്ങൾ, എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഉപജീവനത്തിനായിട്ട് നാം ചെയ്യുന്ന ജോലികൾ. അങ്ങനെ ഏത് മനുഷ്യരും അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികളെ നമുക്ക് 3 കാറ്റഗറിയായിട്ട് തിരിക്കാൻ പറ്റും. 3 തരത്തിൽ അതിനെ നമുക്ക് വർഗീകരിക്കാം. ഒന്നാമത്തേത് എംപ്ലോയ്മെൻറ്റ്, 2 പ്രൊഫഷൻ, 3 ബിസിനസ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റണമെങ്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ ചെയ്താൽ സാധിക്കും. വേണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ചെയ്യാം, തൊഴിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഫഷൻ, വിദഗ്ധ തൊഴിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഈ 3 കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് സെലക്ട് ചെയ്യുന്നത് ഏത് വിഭാഗമാണെന്ന് അറിയാമോ? എംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലാണ്. എന്നുവെച്ചാൽ അതിന് മുതൽ മുടക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ റിസ്ക്കും ഇല്ല, നഷ്ടസാധ്യത നമുക്ക് വരുന്നില്ല. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റിന് ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിന് കുറേ പരിമിതികളുണ്ട്. മൂലധനത്തിൻ്റെ മുടക്ക് അല്ലെങ്കിൽ മുതൽ മുടക്ക് ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് എല്ലാവരും ഓടിച്ചെന്ന് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നു. അത് ശരിയാണ്. എന്തുകൊണ്ട് ബിസിനസ് എടുത്തുകൂടാ? അല്ലെങ്കിൽ ബിസിനസ്സിന് ഉള്ള പ്രാധാന്യം എന്താ? അതിലേക്കാണ്, എന്തിനാണ് നമ്മൾ ബിസിനസ് പഠിക്കുന്നത്? അതിലേക്കാണ് വരുന്നത് അല്ലേ? അപ്പോൾ എംപ്ലോയ്മെൻറ്റിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഗുണങ്ങളുണ്ട് കുറച്ചൊക്കെ, എങ്കിലും അതിനെന്തുണ്ട്? പരിമിതികളുണ്ട്. എന്താ വെച്ചാൽ വരുമാനം സ്ഥിരതയുള്ളത്, സ്ഥിരമായിട്ട് ഒരേ വരുമാനമായിരിക്കും നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നതിന് എന്തുണ്ട്? ഒരു ലിമിറ്റുണ്ട്. മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടെന്ന് അറിയാലോ. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട് ഈ വരുമാനം പോരാതെ വന്നേക്കാം. അപ്പോൾ നാം എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കേണ്ടി വരും. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിയാക്കാം. മനുഷ്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നന്നായിട്ട് ആർഭാടമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം ചിലർക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്തരത്തിൽ പണച്ചെലവുള്ള മറ്റു പല പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ നടക്കാതെ വരും. എന്ന് വെച്ചാൽ കിട്ടുന്ന വരുമാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒതുക്കേണ്ടതായിട്ട് വന്നേക്കും. അപ്പോൾ നമുക്ക് എക്കണോമിക് ഫ്രീഡം ഇല്ല എന്ന് പറയാം. Employees are suffering something due to their economic or lack of their economic freedom. അവരുടെ എക്കണോമിക് ഫ്രീഡത്തിൻ്റെ അഭാവം മൂലം സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല. ആർക്ക്? എംപ്ലോയീസിന്. അതുകൊണ്ട് പല ആഗ്രഹങ്ങളും അവരെന്ത് ചെയ്യും? ഒതുക്കേണ്ടതായിട്ട് വന്നേക്കും. അത് ഒരു കാര്യം. പിന്നെയോ
നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്താണ്, ജോലി ചെയ്യാൻ വയ്യാതെ. വരുമാനം ലഭിക്കുമോ? ഇല്ല. അത് വേറൊരു കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വരും. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് സാലറിയുടെ എന്താണ്, ഒരു നിശ്ചിത ശതമാനം മാത്രമേ ലഭിക്കൂ. അപ്പോഴും അവിടെ എന്താണ്, വരുമാനം കുറവാണ്. വേറൊരു കാര്യം, പ്രസൻസ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയിയുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഒരു ദിവസം ലീവ് എടുത്ത് നോക്കൂ, അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ കുറയും. എന്നുവെച്ചാൽ അന്നത്തെ കൂലി നമുക്ക് കിട്ടില്ല. അത് വേറൊരു പരിമിതിയാണ്. ബിസിനസ് ആണെങ്കിലോ, ബിസിനസ് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് 1 or 2 അല്ലെങ്കിൽ കുറച്ച് ദിവസം വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് അവിടെ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പേഴ്സണൽ പ്രസൻസ് അവിടെ ആവശ്യമില്ല ബിസിനസ്സിന്, ഒരു പരിധി വരെ. അത് ബിസിനസ്സിൻ്റെ വേറൊരു പ്രാധാന്യമാണ്. അപ്പോൾ നമുക്ക് എക്കണോമിക് ഫ്രീഡം ലഭിക്കുന്നില്ല, പ്രസൻസ് അത്യാവശ്യമാണ്, റിട്ടയർമെൻറ്റ് നിർബന്ധമാണ്. ഇതിലുപരി ഒരാളുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. എവിടെ? എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിൽ. അപ്പോൾ അതാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട്? ഒരിക്കലും ഇല്ല. ബിസിനസ് നമ്മൾ നടത്തുകയാണെങ്കിലോ നമ്മൾ തന്നെയാണ് അവിടുത്തെ ആര്? ബോസ് അല്ലേ? നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്? അവിടെ ഭരിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അപ്പം നമുക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായോ? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് നാം പഠിക്കണമെന്ന്. ബിസിനസ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. വേണ്ടുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കരിയർ ഡെവലപ്മെൻറ്റിനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും എന്ത് ചെയ്യാം? ഇല്ലാത്തവർക്ക് പോലും ബിസിനസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇന്നത്തെ ആധുനിക മോഡേൺ ബിസിനസ്സിൽ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നാം തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും ആർക്ക് തന്നെ ലഭിക്കും? നമുക്ക് തന്നെ ലഭിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. എന്തിനാണ് ബിസിനസ് നമ്മൾ പഠിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ബിസിനസ്സിൻ്റെ പരിണാമ പ്രക്രിയ. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിൻ്റെയും വാണിജ്യ വ്യാവസായിക വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ഭൗതിക പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. വടക്ക് ഹിമാലയൻ പർവ്വതനിരകൾ, തെക്ക് സമുദ്രങ്ങൾ, സമുദ്ര സമ്പത്ത്, ഇതെല്ലാം അടങ്ങുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യാവസായിക വാണിജ്യ വികസനത്തിൽ അതിൻ്റെ ഭൗതിക പരിസ്ഥിതിക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ട് എന്ന് വിളിച്ചോതുന്നു ഈ ഘടകങ്ങളെല്ലാം. ഏതൊക്കെ? ഹിമാലയൻ പർവ്വതനിരകളും നമ്മുടെ സമുദ്ര സമ്പത്തും എല്ലാം. ഗതാഗത സൗകര്യത്തിന് നമ്മൾ ആശ്രയിക്കുന്ന റോഡുകൾ പട്ടുപാതയുമായിട്ട് എന്ത് ചെയ്തു? ബന്ധിപ്പിക്കപ്പെട്ടു. അതോടെ വാണിജ്യം കുറെ കൂടി സുഗമമായി.
സമുദ്ര അധിഷ്ഠിത വ്യാപാര ശക്തിയായിട്ട് ഇന്ത്യ മാറിയത് എങ്ങനെയാണ്? നമ്മുടെ സമുദ്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ആണ്. പുരാതന കാലം മുതൽക്കു തന്നെ ഇന്ത്യക്ക് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്നിട്ട് വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും വ്യാപാര കേന്ദ്രങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തെളിയിക്കുന്ന പുരാവസ്തുശാസ്ത്ര സംബന്ധിയായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. മോഹൻജോദാരോ, ഹാരപ്പൻ സിവിലൈസേഷൻസ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. മെസോപ്പൊട്ടേമിയയുമായിട്ടുള്ള വാണിജ്യ ബന്ധം, സ്വർണം, വെള്ളി, രത്നങ്ങൾ തുടങ്ങിയവയൊക്കെ വ്യാപാരം ചെയ്യുന്നതിന് സഹായകമായി. പിന്നീട് ബാങ്കിങ് സമ്പ്രദായം, പുരാതന ബാങ്കിങ് സമ്പ്രദായം നിലവിൽ വരാനായിട്ട് തുടങ്ങി. ലോഹ നാണയങ്ങൾ നാം ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം ധനസഹായമായിട്ട് ചെയ്യാൻ തുടങ്ങി. സേട്ടുകൾ എന്നൊക്കെ പറയുന്ന വ്യക്തികളാണ് എന്ത് ചെയ്തിരുന്നത്? പണം മറ്റുള്ളവർക്ക് കടം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇടനിലക്കാർ വരാനായിട്ട് തുടങ്ങി. ബ്രോക്കർമാർ, കമ്മീഷൻ ഏജന്റുമാർ, ഇവരുടെയൊക്കെ വരവ്, ആഗമനം, അത് വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ വാണിജ്യത്തിൻ്റെ ഇടപാടുകളെ കുറച്ചുകൂടി സുതാര്യമാക്കി. തുടർന്ന് വാണിജ്യ ബാങ്കുകൾ, വ്യവസായിക വികസന ബാങ്കുകൾ ഒക്കെ നിലവിൽ വന്നു. അവരെ കൃഷിക്കും വാണിജ്യത്തിനും അല്ലെങ്കിൽ വ്യാപാരത്തിനും ഒക്കെ ധനസഹായം, സാമ്പത്തിക സഹായം നൽകുന്നവരായിട്ട് മാറി. പിന്നീട് ഗതാഗത സൗകര്യങ്ങൾ വളർന്നു വന്നു. കരമാർഗവും ജലമാർഗവും ഒക്കെ നമുക്ക് വ്യാപാരം ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി. ഇത് അന്താരാഷ്ട്ര വാണിജ്യ ബന്ധത്തെ വളരെയധികം വികസിപ്പിച്ചു. പിന്നെ വ്യാപാരി സമൂഹങ്ങൾ നിലവിൽ വരാൻ തുടങ്ങി. പഞ്ചാബിലെ മുൾട്ടാനികൾ അല്ലേ, ഇതൊക്കെ, അതുപോലെ തന്നെ ഗുജറാത്തില്, രാജസ്ഥാനില് ഭട്ടുകൾ ഒക്കെ വ്യാപാരി സമൂഹങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ എന്തുണ്ടായി? വ്യാപാരി സമൂഹങ്ങളൊക്കെ ലയിച്ചു ചേർന്ന് സംഘടനകൾ ശക്തി പ്രാപിച്ചു. സംഘടനകൾ നിലവിൽ വരാൻ തുടങ്ങി. സംഘടനകൾ വന്നതോടെ വ്യാപാരി സമൂഹങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരം കൈവന്നു. കൂടാതെ വാണിജ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ ഒന്നുകൂടി ഭദ്രമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇതിലൂടെ കയറ്റുമതി ഇറക്കുമതി പ്രോസസ്സിലൂടെ. കയറ്റുമതി എക്സ്പോർട്ട്, ഇറക്കുമതി ഇമ്പോർട്ട്. കയറ്റുമതി പറഞ്ഞാൽ എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സ് ടു ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ വിൽക്കുകയാണ്. എക്സ്പോർട്ട് അഥവാ കയറ്റുമതി പറഞ്ഞു. ഇറക്കുമതി പറഞ്ഞാലോ ബൈങ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ഓർ അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളതിനെ എന്തു പറയും? ഇറക്കുമതി എന്ന് പറയും. പിന്നീട് എന്താണ്ടായി വെച്ചാൽ ഇന്ത്യ ഒരു പുനർവ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഒരു റീ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സിന് തുടക്കം കുറിച്ചു ഇന്ത്യ. കേന്ദ്രീകൃതമായ ആസൂത്രണത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും
കൂടുതൽ അവസരങ്ങൾ വ്യവസായത്തിന് ഉണ്ടാക്കി. മാത്രമല്ല ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യാവസായിക വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. ആരെ? നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്. അങ്ങനെ 1991 ഒക്കെ ആയപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ 1991 അന്ന് നരസിംഹറാവു ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് LPG എന്ന് പറയുന്ന ഒരു പോളിസി വന്നു. അന്ന് അവർ പാസ്സാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസിയുടെ ഒരു ഭാഗമായിട്ട് LPG നിലവിൽ വന്നു. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. P പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. G ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അങ്ങനെ ഈ ഒരു പോളിസി വന്നതോടുകൂടി ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉദാരവൽക്കരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചെങ്കിൽ ലൈസൻസിങ് പോളിസികൾ, ലൈസൻസ് എടുക്കുന്ന നയങ്ങളൊക്കെ അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കാനായിട്ട് തുടങ്ങി. നികുതി സമ്പ്രദായങ്ങളെ സംബന്ധിക്കുന്ന അതിൻ്റെ സങ്കീർണതകളൊക്കെ തന്നെ ഒരു പരിധിവരെ ചുരുക്കി വെട്ടിക്കുറച്ചു. അപ്പോൾ കൂടുതൽ പേർക്ക് ഈ രംഗത്തേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ലോക നിലവാരത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ആധുനിക ബിസിനസ് സമ്പ്രദായങ്ങൾ. ഹൗ ബിസിനസ് ഇവോൾവ്സ്, ബിസിനസ്സിൻ്റെ പരിണാമം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, വാട്ട് അബൌട്ട് ദി കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്? ബിസിനസ് എന്ന ആശയത്തെക്കുറിച്ച് പൊതുവെ നമുക്ക് പറയാനുള്ളത് എന്താണ്? എന്തായിരിക്കും ബിസിനസ് എന്ന ആശയം എന്ന് പറയുന്നത്? ഡേ ടു ഡേ നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഈ പറയുന്ന ബിസിനസ്, അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ വാച്യാർത്ഥത്തിൽ പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? ബിസിനസ് എന്നാൽ തിരക്കേറിയത് എന്നാണ് അർത്ഥം. ലിറ്ററലി ബിസിനസ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബിസി. ബിസി ആയിട്ടിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ business involves all occupations in which people are regularly engaged with a view to earning profit or money. എന്താ പറയുന്നത്? ബിസിനസ് എന്നാൽ എല്ലാ തൊഴിലുകളും ഉൾപ്പെടും. എന്ന് വെച്ചാൽ ജനങ്ങൾ റെഗുലറായിട്ട്, എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഏർപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. വിത്ത് എ വ്യൂ ടു ഏണിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ഥിരമായിട്ട് ആളുകൾ ഏത് തൊഴിലിൽ ഏർപ്പെടുന്നുവോ അതെല്ലാം തന്നെ എന്താണ്? ബിസിനസ് എന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ബിസിനസ് എന്ന പ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? നമുക്ക് എങ്ങനെയൊക്കെയാണ് സപ്ലൈ ചെയ്യാൻ പറ്റുക? പറഞ്ഞു, വർക്ക് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സാറ്റിസ്ഫൈങ് സ്പെസിഫിക് നീഡ്സ്. ഇൻ ഓർഡർ ടു satisfy needs, human beings require goods and services. So it is required to supply goods and services
How can we supply goods and services? We can supply goods and services only through production of goods and services or purchase of goods for sale or exchange of goods. അല്ലേ? എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഗുഡ്സ് ആൻഡ് സർവീസസ്? ഗുഡ്സ് ആൻഡ് സർവീസസ് പറഞ്ഞ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും. വർക്ക് അഥവാ ജോലി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് എന്ത് വേണം? സാധനങ്ങളും സേവനങ്ങളും വേണം. സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണെങ്കിൽ അത് ലഭ്യമാക്കുന്നത് എങ്ങനെ? അവ സപ്ലൈ ചെയ്യുന്നതിലൂടെ. സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രദാനം ചെയ്യുക എന്നാണ് പറയുക. സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. വിതരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യാൻ സാധിക്കുക? അത് ഉൽപാദനത്തിലൂടെയാണ് സാധിക്കുക. ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ എന്ത് സാധനങ്ങളാണോ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത് അവ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വിതരണം ചെയ്യാം. അല്ലെങ്കിലോ വേറെ ആരിൽ നിന്നെങ്കിലും നമ്മളത് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിൽക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ടായിരിക്കും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവരിൽ നിന്നും ഈ സാധനങ്ങൾ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം? വിതരണം ചെയ്യാം. സാധനങ്ങൾ കൈമാറ്റം ചെയ്യാം, എക്സ്ചേഞ്ച് നടത്താം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് സാധിക്കുക. എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഉൾപ്പെടുന്ന ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരിക്കും? പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അതുമല്ലെങ്കിലോ പ്രൊവൈഡിങ് സർവീസസ്. സർവീസസ് പ്രൊവൈഡ് ചെയ്യും ഫോർ സാറ്റിസ്ഫൈങ് ദി നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. ഇതും എന്താണ്? ബിസിനസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാമെന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ഒന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് വിൽക്കുക, അത് ബിസിനസ്സാണ്. അല്ലെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വിൽക്കുക, അത് ബിസിനസ്സാണ്. ഇല്ലെങ്കിൽ സാധനങ്ങളുടെ കൈമാറ്റം നടത്തുക, അത് ബിസിനസ്സാണ്. ഇല്ലെങ്കിൽ ആവശ്യമായ, അല്ലേ, ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് എന്ത് ചെയ്യാം? സർവീസ്, സേവനങ്ങൾ നൽകുക. ഇതും എന്താണ്? ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് എപ്പോഴും ഒരുമിച്ച് പറയുന്നതാണ്. സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗതമോ ബാങ്കിങ്ങോ ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ജനറലായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ബിസിനസ് ഇൻവോൾവ്സ് all occupations in which people regularly engaged with a view to earning profits. പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട്, ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകൾ സ്ഥിരമായി ഏർപ്പെട്ടിരിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ തൊഴിലുകൾ അതെല്ലാമാണ് എന്ത്? ബിസിനസ് എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു ജനറൽ അവയർനെസ് മാത്രമാണ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ബിസിനസ് എന്താണെന്ന് പഠിക്കും. അപ്പോൾ ജസ്റ്റ് എന്താണ് ബിസിനസ് ചോദിച്ചു കഴിഞ്ഞാൽ an activity with a view to
ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? ബിസിനസ്. അങ്ങനെ വേണം പറയാൻ. ലാഭം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ബിസിനസ്. An activity with a view to earning profit. ഇതാണ് ബിസിനസ്സിൻ്റെ എന്ത്? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് നാം ബിസിനസ് പഠിക്കുന്നത്? ബിസിനസ്സിൻ്റെ പരിണാമം എങ്ങനെയായിരുന്നു? അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് എന്ന ആശയം അതെന്താണ്? ഇത്ര കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഇത് നിങ്ങൾ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. നമുക്കിത് ബൈഹാർട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ.